നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലിപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ പെൻഷൻ ലഭിച്ചു, ഈ വർഷങ്ങളിൽ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ, 1.5 വർഷത്തിലധികമായി മുടങ്ങിക്കിടക്കുന്ന തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നവർ, പെൻഷൻ മുടങ്ങിയവർ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ അടികളിലെല്ലാം ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ എന്നാണ് ലഭിക്കുക, 1.5 വർഷത്തിലധികമായി മുടങ്ങിയിട്ടെന്നുള്ള പല കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കമൻറ്റായി വരാറുണ്ട്. സർക്കാർ തലത്തുനിന്നും ഔദ്യോഗികമായി ഒരു അറിയിപ്പ് ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അന്ന് അതിനെക്കുറിച്ചെല്ലാം പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ അവർക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ഫെബ്രുവരി അവസാനത്തോടു കൂടി തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ്റെ 2 മാസത്തെ ഗഡു അവർക്ക് ലഭിക്കും. നമുക്കറിയാം, നമ്മൾ 18 വയസ്സ് മുതൽ നമ്മൾ തൊഴിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ മാസവും ഒരു നിശ്ചിത ഗഡു നമ്മൾ ക്ഷേമനിധി ബോർഡിൽ അടക്കുകയും 60 വയസ്സാകുന്ന സമയത്ത് നമുക്കൊരു പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നൊരു പദ്ധതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ 1.5 വർഷത്തിലധികമായി ആ പെൻഷൻ കുടിശ്ശിക ഒരുപാട് ആളുകൾക്ക് ലഭിക്കാനുണ്ട്. വലിയ സംഖ്യ തന്നെ കുടിശ്ശികയായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ചെറിയ സന്തോഷ വാർത്തയാണ് 2 മാസത്തെ കുടിശ്ശികയെ അവർക്ക് ലഭിക്കുമെന്നുള്ളത്. പക്ഷേ അതിനുമുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു അറിയിപ്പുണ്ട്. പല ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല. 1.5 വർഷത്തിലധികമായി പെൻഷൻ മുടങ്ങിയത് കൊണ്ട് തന്നെ പല ആളുകളും അതിൻ്റെ പെൻഷൻ എല്ലാ വർഷവും നൽകേണ്ട കാര്യമാണ് മസ്റ്ററിങ്. അത് പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ ആളുകളും, ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്നവരും പ്രത്യേകിച്ച് മുഴുവൻ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും പെൻഷൻ മസ്റ്ററിങ് ചെയ്യണം. എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന വ്യക്തി, ഇവർ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. അതിനുശേഷം ഒരു പേപ്പർ ലഭിക്കും. ആ പേപ്പർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. മസ്റ്ററിങ് പൂർത്തിയാക്കിയ അറിയിപ്പ് നമുക്ക് നമ്മുടെ പെൻഷൻ പോർട്ടൽ വഴി ചെക്ക് ചെയ്യാനും സാധിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഏതൊരു ചെറിയ പെൻഷനായാലും ശരി, ക്ഷേമനിധി ബോർഡിൽ ലഭിക്കുന്ന പെൻഷനായാലും ശരി, വാർദ്ധക്യ വിധവാ പെൻഷനായാലും ശരി, എല്ലാ രൂപത്തിലുള്ള പെൻഷനും അവർക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും മസ്റ്ററിങ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആളുകൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാനുണ്ട്. അവർക്കിപ്പോൾ 1.5 വർഷത്തെ ഒന്നര വർഷത്തെ പെൻഷൻ ഇപ്പോൾ അവർക്ക് പെൻഡിങ് ആയതുകൊണ്ട് തന്നെ പല ആളുകളും മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അവർ മസ്റ്ററിങ് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ ഓരോ സമയത്ത് സർക്കാർ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യുക. എങ്കിൽ മാത്രമാണ് തുടർന്നും അവർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ, വിധവ, വാർദ്ധക്യ പോലത്തെ പെൻഷൻ എന്നാണ് ലഭിക്കുക എന്നുള്ളതാണ്. സർക്കാർ തലത്തിൽ നിന്ന് ഇപ്പോഴും ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഇതിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ഈ മാസം അവസാനത്തോടു കൂടി തന്നെ അവർക്ക് 1 മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം അടുത്ത മാസത്തിൽ റംസാനും പെരുന്നാളും വരികയാണ്. ആ സമയത്ത് 2 മാസത്തെ പെൻഷൻ അവർക്ക് ലഭിക്കുമെന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. 1 മാസത്തെ പെൻഷനും കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയുമായി അവർക്ക് അങ്ങനെ ലഭിക്കും. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.